ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ തട്ടിയെടുത്തത് 18 ലക്ഷം രൂപ. പണം തട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SHO സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് തിരൂർ ഡിവൈഎസ്പി കേസെടുത്തത്. നടപടി ക്വാറി ഉടമയുടെ പരാതിയിൽ. വിവരങ്ങളുമായി തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, കേസെടുക്കുമെന്ന് ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ തന്നെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തുന്നു. വിവരങ്ങൾ. ആൻമരിയ, കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന്റെ പേരിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇത് ക്വാറിയിൽ ഉപയോഗിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കളായിരുന്നു പിടികൂടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഈ ക്വാറി ഉടമയെയും ഉൾപ്പെടുത്തി ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വളാഞ്ചേരി CI ഇത്തരത്തിൽ പണം തട്ടിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സംഭവത്തിൽ സ്ഥല ഉടമയിൽ നിന്നും ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 18 ലക്ഷം രൂപയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ സുനിൽദാസ് എന്ന് പറയുന്ന SHO 10 ലക്ഷം രൂപ കൈപ്പറ്റി. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്ന SI ബിന്ദുലാൽ 8 ലക്ഷം രൂപയും കൈപ്പറ്റി. ഇതിന് പുറമെ ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അസൈനാർ എന്ന് പറയുന്നയാളാണ്. അയാൾ 4 ലക്ഷവും. ഇങ്ങനെ പോലീസുകാർ 18 ലക്ഷം, അതിന് പുറമെ 4 ലക്ഷം, 22 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ ഇടനിലക്കാരൻ കൂടി തട്ടിയെടുത്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ഈ ക്വാറി ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തിരൂർ ഡിവൈഎസ്പിയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിച്ച് നിലവിൽ 3 പേരെ പ്രതികളാക്കി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒന്ന് വളാഞ്ചേരി SHO സുനിൽദാസ്, അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനിലെ SI ബിന്ദുലാൽ, ഒപ്പം തന്നെ ഇടനിലക്കാരൻ അസൈനാർ. ഉടൻ തന്നെ ഇവരെ പിടികൂടുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഈ പോലീസ് തന്നെ ഈ നടപടി എടുക്കേണ്ട പോലീസാണ്. CI അടക്കമുള്ളവർ ഈ കേസിൽ കൈക്കൂലി ആവശ്യപ്പെട്ട് കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതിയിൽ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. ശരി, കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ തന്നെ പണം തട്ടിയെടുക്കുന്ന കാലമാണ് ഇത്. സൂക്ഷിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.